അഭിനേതാക്കൾക്ക് വേണ്ടി 94-ൽ രൂപീകരിച്ചൊരു സംഘടന അമ്മ എന്നതിന് പേരിട്ടു. ഇതായപ്പോൾ അമ്മയുടെ തലപ്പത്തേക്ക് 31 വർഷത്തിന് ശേഷം ഒരു വനിത വന്നിരിക്കുകയാണ്. ശ്വേത മേനോൻ അമ്മ സംഘടനയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 27 വോട്ടിനാണ് ജയിച്ചത്. പക്ഷേ 27 കൂടുതൽ അത് പക്ഷെ ഒരു ചരിത്രമായി മാറിയ ഒരു സാഹചര്യമാണ്. കാരണം 4 പെണ്ണുങ്ങൾ അമ്മ സംഘടനയുടെ തലപ്പത്തേക്ക് വരുന്നത്. എങ്ങനെയാണ് ശ്വേത അതിനെ കാണുന്നത്? 4 അല്ല, ഒരുപാട് എനിക്ക് തോന്നുന്നു 8 എക്സിക്യൂട്ടീവിലുണ്ട്. പക്ഷെ കീ പോസ്റ്റിലേക്ക് 4 പേർ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും ഒരു മാറ്റം വേണം എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ഏറ്റവും വലിയ ഒരു മെസ്സേജ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തത്. സോ ഐ എം വെരി ഹാപ്പി. നമ്മൾ അങ്ങനെ ഒരു ഇത് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ ഒന്ന് പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഒരു മാറ്റം വേണമെന്ന് എവിടേക്കോ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. ഐ തിങ്ക് ദാറ്റ് ഈസ് വാട്ട്. ഇതിനു മുമ്പ് ശ്വേത അമ്മയുടെ സ്ഥാനത്തിരുന്നപ്പോഴും ശക്തമായ നിലപാടുകളും അഭിപ്രായങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അത് തുടരും അല്ലേ? അതായത് ആ ശബ്ദം തുടരും. എൻഡ് ഓഫ് ദി ഡേ ഞാൻ ശ്വേത മേനോനല്ലേ. എൻ്റെ ഉള്ളിലുള്ള ഒരു വോയിസ് എന്തായാലും അത് ഞാൻ എന്തായാലും പുറത്ത് ഇറക്കും. ശ്വേത ആദ്യം പറഞ്ഞ വാക്കുകളാണ്. അതായത് അമ്മ ഒരു സ്ത്രീ ആവണമെന്ന് പലരും പറഞ്ഞു, അമ്മ ഒരു സ്ത്രീ ആയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്താ അങ്ങനെ പറയാൻ? അല്ല, അങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും പറഞ്ഞത്. അമ്മ AMMA എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോൾ സങ്കടം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അമ്മ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ആർക്കും അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്. അമ്മ ദ ലേഡി അമ്മ ഹാസ് കം. ഇതിൽ ഒരു കൗതുകമുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. കാരണം ജഗദീഷ് ഏട്ടൻ മത്സരരംഗത്ത് വരുന്നു, പിന്മാറുന്നു. പക്ഷെ അവിടെ പറഞ്ഞത് ഒരു വനിതാ പ്രസിഡന്റ് വരുന്നുണ്ടെങ്കിൽ സന്തോഷമെന്ന്. അങ്ങനെ സ്വീകരിക്കുന്ന തരത്തിലൊരു ഭയങ്കര രസമുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചിത്രം കൂടി അമ്മ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. നല്ല വാശിയേറിയ മത്സരമായിരുന്നു. ശ്വേതയ്ക്ക് എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനൊരു കാരണമായിട്ട്? അല്ല, ഞാനൊരു 7 minutes ബിഫോറാണ് 24th ഞാൻ എൻ്റെ നോമിനേഷൻ കൊടുക്കുന്നത്. പക്ഷേ ജഗദീഷ് ചേട്ടൻ ഞാൻ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു, ശ്വേത നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പിൻവലിക്കും. മൂപ്പര് ബിക്കോസ് എനിക്കറിയാം ഹീ സപ്പോർട്ട്സ് വിമൻ. അവരുടെ എന്താ പറയുക എംപവർമെൻറ്റിന് ഏറ്റവും ജാസ്തി സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ മൂപ്പര് അത് എന്നെ പേഴ്സണലി ആയിട്ട് എല്ലാ ദിവസവും വിളിച്ചിട്ട് പറയാറുണ്ട്, ഞാൻ ശ്വേതേൻ്റെ കൂടെയാണ്, ഞാൻ പിൻവലിക്കും. പക്ഷേ മൂപ്പര് ബിസി ആയതുകൊണ്ട് മൂപ്പർക്ക് അത് ഓഫീസിൽ പോയിട്ട് പിൻവലിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഒഫീഷ്യലി ഒന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ദേവൻ അങ്കിൾ ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ ദേവൻ അങ്കിൾ പറഞ്ഞ കറക്റ്റാണ്, നമ്മൾ മത്സരിച്ചിട്ട് ജയിക്കുമ്പോൾ അല്ലേ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവുക. സോ ദാറ്റ് വാസ് ഗുഡ് തിങ്. സോ ഐ എം വെരി ഹാപ്പി ദേവൻ അങ്കിളുടെ കൂടെ എനിക്ക് മത്സരിക്കാൻ പറ്റി. സോ ഐ എം മോർ ഹാപ്പി അബൌട്ട് ദാറ്റ്. ഈ അമ്മ സംഘടനയ്ക്ക് പലപ്പോഴും നേരെ ഉയർന്നു വരുന്നത്, പല സമയത്തും ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ ഒരു സ്ട്രോങ് സൗണ്ട്, ഒരു ശബ്ദം, അത് സ്വാഭാവികമായിട്ട് പൊതുസമൂഹം ആഗ്രഹിക്കുന്നുണ്ടാവും. എന്ത് പറയണം, എന്താണ് നിലപാടെടുത്തത്, അങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു. ശ്വേത പ്രസിഡന്റായി ഇപ്പോൾ സ്ഥാനമേറ്റിരിക്കുന്നു. നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മത്സര സമയത്ത് ആരോപണ വിധേയർ മത്സരിക്കുന്ന ഒരു വിവാദമായിരുന്നു. ശ്വേത വിജയബാബുവിൻ്റെ സമയത്തൊരു നിലപാടെടുത്തതാണ്. എന്താണ് അക്കാര്യത്തിൽ ഇപ്പോഴുള്ള നിലപാട്? സെയിം. ആരോപ വിധേയർ മത്സരിക്കാൻ പാടില്ല ഒരു കാരണവശാലും. മാറി നിൽക്കണം. ഈ ഓർഗനൈസേഷൻ എവിടെയും പോകില്ലല്ലോ. എപ്പോൾ വേണമെങ്കിൽ മത്സരിക്കാം. നമ്മുടെ എല്ലാ മെമ്പേഴ്സും നമ്മളുടെ ആൾക്കാർ തന്നെയാണല്ലോ. അവർക്ക് എപ്പോൾ വേണമെങ്കിൽ വരാം. പക്ഷേ റൂൾ പ്രകാരം അത് ചെയ്യാൻ പാടില്ല. അതൊരു നമുക്ക് തോന്നുന്നു ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വേണം. നമ്മളുടെ ഒരു പേഴ്സണലി ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവണം എല്ലാ വ്യക്തിക്കും. അപ്പോൾ അതാണ് എനിക്ക് തോന്നിയത്. അമ്മ സംഘടനയിൽ നിന്ന് മുമ്പ് കുറച്ച് വനിതകൾ പുറത്തേക്ക് പോയത് അവരന്ന് WCC അടക്കം മുന്നോട്ട് വെച്ച വിഷയങ്ങളും പ്രശ്നങ്ങളുമുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു ചോദ്യമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിൽ പുറത്തു പോയവർ തിരിച്ചു വരണമെന്നാണോ? എന്തായിരിക്കും ശ്വേതയുടെ ഒരു നിലപാട്? മോസ്റ്റ് വെൽക്കം. സത്യം പറഞ്ഞാൽ സപ്പോസ് ദേ വോണ്ട് മീ ടു അവരെ പേഴ്സണലി പോയി കണ്ട് വിളിക്കണമെങ്കിൽ ഐ എം റെഡി. ബിക്കോസ് എന്നെ സംബന്ധിച്ച് അവരെല്ലാവരും എൻ്റെ കലീഗ്സാണ്, പാർട്ട് ഓഫ് അമ്മ. ഐ ലവ് ഓൾ ഓഫ് ദം പേഴ്സണലി. എനിക്ക് പേഴ്സണലി ആയിട്ട് അവരെല്ലാവരും എന്നെ സപ്പോർട്ട് തന്നിട്ടുണ്ട്. സോ ഐ എം വെരി ഹാപ്പി. സോ ദേ ആർ മോസ്റ്റ് വെൽക്കം. ദേ ആർ പാർട്ട് ഓഫ് ഇറ്റ്. അവരുടെ ഫാമിലി തന്നെയല്ലേ. അവരെ കുടുംബത്തിലേക്ക് തിരികെ കൊണ്ടുവരും. പിന്നെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ എന്താ, കുട്ടികളല്ലല്ലോ. അമ്മയായിട്ട് ഞാൻ ഇരിക്കുന്നു, മക്കളെ വരൂ എന്നെ കാണാൻ. അല്ല, അവര് തിരിച്ചു വരണം, സംഘടനയുടെ ഭാഗമാകണം എന്നതാണ്. ഇപ്പോൾ അവരെന്താ പറഞ്ഞ മാറ്റം വേണം. മാറ്റം വന്നു, ഇനി അവർക്ക് വരാം എന്നല്ലേ തോന്നുന്നത്. അവർ വരിക. അവർക്കെല്ലാവർക്കും നമുക്കെല്ലാം ഈ സംഘടന എങ്ങനെ നമുക്ക് നന്നായി ചെയ്യാൻ പറ്റും, അത് നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. അത് എല്ലാവരും ആ രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്.
നേരത്തെ കുക്കു പരമേശ്വരനൊക്കെ പറഞ്ഞത് ഞങ്ങൾക്ക് കുറച്ച് സമയം തരും, 3 വർഷമുണ്ട്, ഞങ്ങൾ എന്താണ് മാറ്റം കൊണ്ടുവരുന്നതെന്ന് കാണിക്കാം എന്നാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ ശ്വേതയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ചിത്രം ഉണ്ടായിരുന്നോ, അതെയോ ഇനി കൂട്ടായി എടുക്കുന്ന തീരുമാനമാണോ സംഘടന? എന്തായാലും എൻ്റെ ഞാൻ ഒരു കാര്യം ഞാൻ പഠിച്ചത്, ലാലേട്ടൻ്റെ കീഴിലാണ് ഞാൻ വർക്ക് ചെയ്തത് ആസ് എ EC, ആസ് എ വൈസ് പ്രസിഡൻറ്റ്. ഞാൻ പഠിച്ചത് നമുക്കൊരു ഇത് വ്യക്തിഗതമായ ഒരു ഇറ്റ്സ് നോട്ട് മൈ, ഞാൻ സ്വന്തം ഒരു തീരുമാനം എടുക്കുന്നതല്ല. എനിക്ക് തോന്നുന്നു ഇതൊരു കൂട്ടായ്മയായിട്ട് നമ്മുടെ EC ആൾക്കാർ ഇരുന്ന് ഒരു മീറ്റിംഗ് ചെയ്തിട്ട് എങ്ങനെ ഇത് നന്നാക്കാൻ പറ്റും, ആ രീതിയിൽ മാത്രമേ ഐ ബിലീവ് ഇൻ ദാറ്റ്. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഇത്. സോ പിന്നെ ഇപ്പോഴത്തെ ഒരു ഇതിൽ നോക്കുമ്പോൾ നമുക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. കുറച്ചും കമ്മ്യൂണിക്കേഷൻ കുറച്ച് ഓപ്പൺ ആണ്. സോ യാ, ഗിവ് us ടൈം. യെസ്, ബേബി സ്റ്റെപ്സ്, അത്രയേ ഉള്ളൂ. മോഹൻലാൽ വിളിച്ചിരുന്നോ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം? മോഹൻലാലിനെ കണ്ടു ഞാൻ, മൂപ്പര് വോട്ട് ചെയ്തിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫോൺ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇതിൽ മറ്റൊന്നുള്ളത് മെമ്മറി കാർഡ് വിവാദമായിരുന്നു. ഇതുവരെ കാണാത്ത തരത്തിൽ മെമ്മറി കാർഡ് വിവാദം വരുന്നു. അങ്ങനെ ഒരു മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ, സ്ത്രീകളുടെ പരാതികൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരേണ്ടതല്ല. പിന്നെ അത് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും മീറ്റിംഗ് കൂടി അത് ചർച്ച ചെയ്ത് അതിൻ്റേതായ രീതിയിൽ അത് ഒബ്വിയസ്ലി. ശ്വേതയ്ക്ക് അറിവുണ്ടായിരുന്നോ അങ്ങനെ ഒന്നുണ്ട്? എന്താണ് അതിൽ സംഭവിച്ചത് യഥാർത്ഥത്തിൽ? സത്യം പറഞ്ഞാൽ ഇത് ഞാൻ എന്താ പറയുക, മീഡിയയിൽ ഇരുന്ന് ഉഷ ചേച്ചി സംസാരിച്ചപ്പോഴാണ് ഞാൻ ഇതിനെ പറ്റി അറിയണത്. അപ്പോൾ ഫോർ മീ ഇറ്റ് വാസ് ഷോക്കിംഗ്, ബിക്കോസ് ഉഷ ചേച്ചിക്ക് എന്നെ വേണമെങ്കിൽ ഫോൺ ചെയ്തിട്ട് സംസാരിക്കാമായിരുന്നു. അല്ലാതെ എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിച്ചാൽ കുറേ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവർ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മളുടെ ജനറൽ ബോഡിയിൽ സംസാരിക്കാതെ അവർ മീഡിയയിൽ പോയതുകൊണ്ടാണ് ഒരു ഷോക്കായത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഈ വിവാദം കുറച്ച് വലുതായത്. ബട്ട് എനി ഹൗ ഇറ്റ്സ് എ കംപ്ലയിൻറ്റ്. നമുക്ക് കിട്ടിയാൽ ഒബ്വിയസ്ലി നമ്മൾ ഇത് ഇപ്പോൾ ഉഷ ഹസീന ഒരു പരാതി തന്നിട്ടുണ്ടല്ലേ, അപ്പോൾ അതുകൊണ്ട് അത് ആ രീതിയിൽ തന്നെ പരിഗണിച്ചു. തന്നിട്ടുണ്ടോ എനിക്കറിയില്ല, ബിക്കോസ് നമ്മൾ ഇതുവരെയ്ക്കും ഓഫീസിൽ പോയിട്ടില്ല. ഐ റിയലി ഡോണ്ട് നോ, സത്യം പറയാം. ഇതിൽ മറ്റൊന്ന്, ശ്വേതയെ തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയപ്പോൾ കേസുകളടക്കം നേരിടേണ്ടി വന്നു. എന്നോ ചെയ്ത കളിമണ്ണടക്കമുള്ള മലയാളികളൊക്കെ കണ്ട് ആസ്വദിച്ച് ചരിത്രത്തിൽ നിൽക്കുന്ന സിനിമകളാണ് അതിലേക്ക് വലിച്ചിഴക്കപ്പെട്ടത്. അങ്ങനെ ഒരു വിവാദം അനാവശ്യമായിരുന്നില്ല? അത് ആരെങ്കിലും ഒരു ഇടപെടലുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? പലരും ആ രീതിയിൽ പ്രതികരണങ്ങൾ വന്നിരുന്നല്ലോ. കേസ് കോടതിയിലാണ്, അത് അതിൻ്റേതായ രീതിയിൽ അറിയും. എന്തായാലും ഞാൻ പറയും ഉറപ്പായിട്ട്. അതും നിയമപരമായി തന്നെ മുന്നോട്ട് പോകും. ഓഫ് കോഴ്സ്, നോ ഡൗട്ട്. ഐ ആം ചാലഞ്ചിങ്. മറ്റൊന്ന്, ഈ മമ്മൂട്ടി, മോഹൻലാൽ, ഇന്നസെൻ്റ് ഒക്കെ ഇല്ലാതിരിക്കുന്ന ഒരു സംഘടനയാണ് വരുന്നത്. അവർ മാറി നിൽക്കുന്നു. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ ഇവരുടെ അടുത്ത് നിന്നെല്ലാം പഠിച്ച ഒരു കാര്യം, ദേ വിൽ ബി ദെയർ. ഒരു കാരണവശാലും അമ്മേനെ ഒരു കാരണവശാലും അവർ അങ്ങനെ കൈവിടില്ല. എന്തായാലും മമ്മൂട്ടി, മോഹൻലാൽ ആൻഡ് സുരേഷ് ഏട്ടൻ എന്തായാലും നമ്മുടെ പേട്രനായിട്ട് തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ ഒരു ബാക്ക് ബോൺ തന്നെയാണ് അവർ. ആരിരുന്നാലും അവരെ സംബന്ധിച്ച് ഈ എന്താ പറയുക, കൈനീട്ടം വാങ്ങുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും മെയിൻ ലക്ഷ്യം. സോ അവരെപ്പോഴും സന്തോഷിപ്പിച്ച് വെക്കുക, അതുതന്നെയാണ് നമ്മളുടെ ഒരു ലക്ഷ്യം. എന്തായാലും ശ്വേത, അഭിനന്ദനങ്ങൾ. അമ്മയ്ക്ക് എപ്പോഴും ഒരുമിച്ച് എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയട്ടെ. ശക്തമായ ശബ്ദങ്ങൾ വരട്ടെ. താങ്ക് യു. എന്തായാലും ശ്വേത മേനോനാണ് സംസാരിച്ചത്. പറഞ്ഞതുപോലെ പുറത്തു പോയവർ ഒരുമിച്ച് വരണമെന്നതാണ് തൻ്റെ ആഗ്രഹം. വേണമെങ്കിൽ താൻ അവരെയും വിളിക്കും. ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമാണ് അമ്മ. കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അത് മുന്നോട്ട് കൃത്യമായി പോകുമെന്നൊരു ശക്തമായ നിലപാട് പ്രഖ്യാപനവും ശ്വേത നടത്തി. ക്യാമറാമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.